നമസ്കാരം, ഏവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. 2026 വിഷുഫലം പൂരനക്ഷത്രമാണ് നമ്മൾ നോക്കുന്നത്. ശുക്രൻ അധിപനായിട്ടുള്ള പൂരനക്ഷത്രം. വളരെയധികം ആകർഷണമുള്ള വ്യക്തികളായിരിക്കും പൂരനക്ഷത്രത്തിൽ ജനിക്കുന്നവർ. സൗന്ദര്യമുള്ളവരും പരാജയത്തെ ഇഷ്ടമല്ലാത്തവരും നേതൃത്വ ഗുണമുള്ളവരും അതുപോലെ തന്നെ ആഡംബര കാര്യങ്ങളോടൊക്കെ പ്രിയമുള്ളവരായിരിക്കും പൂരനക്ഷത്രത്തിൽ ജനിച്ചിട്ടുള്ള സ്ത്രീകളും പുരുഷന്മാരും. എല്ലാവരുടെയും നല്ല രീതിയിൽ പെരുമാറുക, എല്ലാവരുടെയും സ്നേഹം നേടുക, അതുപോലെ തന്നെ വീട്ടുകാര്യങ്ങൾ കുടുംബകാര്യങ്ങളൊക്കെ വളരെ മനോഹരമായിട്ട് ചെയ്യുന്നവരായിരിക്കും. എങ്കിൽ പോലും ഇവർക്ക് വേണ്ടത്ര പരിഗണന ഇവരുടെ പ്രിയപ്പെട്ടവരിൽ നിന്ന് പലപ്പോഴും ലഭിക്കാറില്ല. അത്തരത്തിലുള്ളൊരു മനോദുഃഖം പൂരനക്ഷത്രക്കാർക്ക് ഇടയിലുണ്ടാകാം. എങ്കിലും ഇവരെപ്പോഴും നല്ല സ്നേഹനിധികളായിട്ടാണ് കാണപ്പെടുന്നത്. ഇവരുടെ സംസാരം മറ്റുള്ളവർക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്നതും അതുപോലെ മറ്റുള്ളവർക്ക് വളരെ സമാധാനം, അതുപോലെ തന്നെ സ്വന്തമെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ മറ്റുള്ളവരെ സംസാരിച്ച് കയ്യിലെടുക്കാനൊക്കെ കഴിവുള്ള വ്യക്തികളാണ് പൂരനക്ഷത്രക്കാർ. ഇപ്പോൾ പൂരനക്ഷത്രക്കാർ ജീവിതത്തിൽ ധാരാളം സന്തോഷം അനുഭവിക്കാൻ യോഗമുള്ളവരാണ്. പക്ഷെ അവരുടെ ഒരു മധ്യവയസ്സിന് ശേഷമാണ് ഇവരുടെ ഈ പറഞ്ഞ ഗുണഗണങ്ങളുടെ സുഖങ്ങളൊക്കെ അവരുടെ ജീവിതത്തിലേക്ക് വന്ന് ഭവിക്കുക. അതുപോലെ ശുക്രൻ്റെ സ്വാധീനമുള്ള നക്ഷത്രമായതുകൊണ്ട് തന്നെ ശുക്രൻ എന്ന് പറയുന്ന ദേവത വളരെയധികം സന്തോഷവും സുഖവും ഭാഗ്യമൊക്കെ നൽകുന്ന ദേവതയാണ്. അപ്പം ആ ഒരു അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ വന്ന് ഭവിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് 2026 വിഷുഫലത്തിലേക്ക് നോക്കാം. വളരെയധികം സ്നേഹനിധികളുമായിട്ടുള്ള പൂരനക്ഷത്രക്കാർക്ക് ഈ വർഷം ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഒരു ഫലമാണ് ഉള്ളത്. പ്രത്യേകിച്ച് സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളിൽ ഉയർച്ച താഴ്ചകളോട് കൂടിയിട്ടുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. അപ്പോൾ സാമ്പത്തിക കാര്യങ്ങളൊക്കെ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. മുൻകാലങ്ങളെ അപേക്ഷിച്ച് സാമ്പത്തികമായിട്ട് ഒരു ഉയർച്ച ലഭിക്കുമ്പോൾ അച്ചടക്കമില്ലാത്തൊരു ജീവിത രീതി പൂരനക്ഷത്രക്കാർക്കിടയിലുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള പ്രവണതകളെ മാറ്റി അത് നിങ്ങളുടെ ഭാഗ്യത്തെ കെടുത്തുകയും അതുപോലെ തന്നെ നിങ്ങൾക്ക് ദൗർഭാഗ്യകരമായിട്ടുള്ള അനുഭവങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് കാരണമാണ്. അപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന സമ്പത്ത് അത് കൃത്യമായ രീതിയിൽ വിനിയോഗിക്കുവാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് ചിലവുകൾ ചെയ്ത് സാമ്പത്തികമായിട്ടുള്ള ബാധ്യതയും ബുദ്ധിമുട്ടും നഷ്ടപ്പെട്ടു പോയ സമ്പത്തിനെ ഓർത്ത് പിന്നീട് ദുഃഖിക്കേണ്ട ഒരവസ്ഥ നിങ്ങൾക്ക് വരാതിരിക്കണമെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾ അതിന് എതിരായിട്ടുള്ള പ്രവൃത്തിയിലേക്ക് കടക്കേണ്ടതാണ്. സാമ്പത്തിക കാര്യങ്ങളൊക്കെ ഒരു കൃത്യതയും ഒരു കണക്കും ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ കൊണ്ടുവരേണ്ടതാണ്. അതുപോലെ തന്നെ ധാരാളം അവസരങ്ങൾ നിങ്ങളുടെ തൊഴിലിടത്തൊക്കെ നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ്. അതുപോലെ തന്നെ പുതിയ പുതിയ അവസരങ്ങളിൽ നിന്നും പുതിയ പുതിയ മാർഗങ്ങളിലൂടെയൊക്കെ നിങ്ങൾക്ക് ധനം നിങ്ങളുടെ കൈകളിലേക്ക് വരുമ്പോഴും നിങ്ങൾക്ക് സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നിലനിൽക്കുന്നുണ്ട്. അതിനുള്ള കാരണം നിങ്ങൾക്ക് കിട്ടുന്ന ധനം നിങ്ങൾ കൃത്യമായ രീതിയിൽ ചിലവഴിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ വളരെയധികം ശ്രദ്ധ വേണ്ട ഒരു വർഷം കൂടിയാണിത്. അപ്പോൾ ദോഷപരിഹാരത്തിനായിട്ട് നിങ്ങൾ ലക്ഷ്മി ദേവി ക്ഷേത്രത്തിൽ 7 ദിവസം തുടർച്ചയായിട്ട് പോവുക. അല്ലെങ്കിൽ ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ ലക്ഷ്മി ക്ഷേത്രത്തിൽ പോയി ദർശനം നടത്തി പൂക്കളൊക്കെ സമർപ്പിക്കേണ്ടതാണ്. ഇത്തരത്തിൽ നിങ്ങൾ ക്ഷേത്രാരാധന കൂടി നടത്തുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം വരുന്നതായിരിക്കും. അപ്പോൾ ഉയർച്ചകൾ ഉണ്ടാകുന്നുണ്ടെങ്കിലും കർമ്മമേഖലയിൽ നിങ്ങൾക്ക് ഈ കഴിഞ്ഞ കാലഘട്ടത്തിൽ ശത്രുക്കളുടെ ശല്യം ഉണ്ടായിരുന്നു. അത് ധാരാളം ശത്രുദോഷമുള്ള ഒരു വിഭാഗം കൂടിയാണ് പൂരനക്ഷത്രക്കാർ. അസൂയ അത്തരത്തിലുള്ള കാരണങ്ങൾ കൊണ്ടൊക്കെ ആയിരിക്കാം. നല്ല രീതിയിലുള്ള സംസാരവും നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങളും നേതൃത്വ ഗുണവും സൗന്ദര്യവും ആകർഷണ ശക്തിയുള്ളവരൊക്കെയാണ് പൂരനക്ഷത്രക്കാർ. അപ്പോൾ അവരോട് ചുറ്റുമുള്ള ആളുകൾക്ക് ഒരു ചെറിയൊരു വിയോജിപ്പ് അവരറിയാതെ തന്നെ ഒരു വിയോജിപ്പുള്ള ഒരു പ്രശ്നം നിങ്ങളുടെ ജീവിതത്തിൽ സദാ ഉണ്ടാകുന്നുണ്ട്. അതൊരു ശത്രുശല്യം എന്ന് തന്നെ നമുക്ക് പറയാവുന്നതാണ്. അതിനൊരു കുറവ് ഈ ഒരു വർഷ അവസാനത്തിൽ അതിനൊരു കുറവ് വരുന്നതായിരിക്കും. അതുപോലെ തന്നെ ശത്രുദോഷമൊക്കെ പൂർണ്ണമായിട്ട് മാറുന്നതുമായിരിക്കും. ഇപ്പോൾ പൂരനക്ഷത്രക്കാരെ പറ്റി എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അതുപോലെ തന്നെ നിങ്ങൾ ദൈവികമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ വിശ്വസിക്കുന്ന പൂരനക്ഷത്രക്കാർക്ക് വളരെയധികം ഗുണം ചെയ്യുന്ന വർഷം കൂടിയാണ്. നിങ്ങളുടെ ആത്മീയ കാര്യങ്ങൾക്കൊക്കെ വളരെയധികം ഉന്നതി കൈവരും. അതിനായിട്ട് നിങ്ങൾ
മഹാദേവ ക്ഷേത്ര ദർശനമൊക്കെ നടത്തേണ്ടതാണ്. അതുപോലെ തന്നെ വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുക. നിത്യമായിട്ടും വിഷ്ണുവിനെയും മഹാദേവനെയും നിങ്ങൾ ഭജിക്കേണ്ടതാണ്. നിങ്ങൾക്ക് ആത്മീയമായിട്ടുള്ള ഉന്നതി കൈവരുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ പ്രശ്നങ്ങളില്ലാതെ ആവുന്നതാണ്. അതുപോലെ തന്നെ മദ്യം ഇത്യാദി കാര്യങ്ങളിലൊക്കെ താല്പര്യമുള്ള ആളുകളാണെങ്കിൽ അവയിൽ നിന്നൊക്കെ കുറച്ച് ഒഴിഞ്ഞു നിൽക്കുന്നത് നിങ്ങളുടെ സാമ്പത്തികമായിട്ടും അതുപോലെ തന്നെ നിങ്ങളിലേക്ക് വരുന്ന ഭാഗ്യത്തിൻ്റെയും അതുപോലെ തന്നെ അവസരങ്ങളുടെയൊക്കെ അളവ് വർദ്ധിപ്പിക്കുന്നതിന് കാരണമാവും. അപ്പോൾ ഈ ഒരു കാര്യങ്ങളും കൂടി നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ കൊണ്ടുവരുവാൻ വേണ്ടി ശ്രമിക്കണം. അതുപോലെ തന്നെ വളരെ കുറവ് സുഹൃത്തുക്കളുള്ള ഒരു നക്ഷത്രം കൂടിയാണ് പൂര നക്ഷത്രക്കാർ. ഉള്ളത് ആത്മാർത്ഥമായിട്ടുള്ള സുഹൃത്തുക്കളായിരിക്കും. എങ്കിൽ നിസ്സാരമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ട് അവർ പിരിഞ്ഞു പോകുന്നൊരവസ്ഥയുണ്ട്. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ അങ്ങനെ പിണങ്ങിപ്പോയവരൊക്കെ നിങ്ങളിലേക്ക് തിരിഞ്ഞ് നിങ്ങളുടെ സൗഹൃദം തേടി വരുന്നതായിരിക്കും. അതുപോലെ തന്നെ ദാമ്പത്യ കാര്യങ്ങളിലൊക്കെ നിങ്ങൾ ധാരാളം വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വരും. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പിടിവാശിയും അത്തരത്തിലുള്ള ദേഷ്യവും മുൻകോപവും ഒക്കെ കുറച്ച് സ്നേഹപൂർണ്ണമായിട്ടുള്ള പെരുമാറ്റം നിങ്ങളുടെ ഗ്രഹാന്തരീക്ഷം കൂടുതൽ മെച്ചപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ സാമ്പത്തിക കാര്യങ്ങളിൽ കൂടുതൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ 28, 29, 30, 31, 32, 33 വയസ്സ് വരെയുള്ള വ്യക്തികൾ, സ്ത്രീയും പുരുഷന്മാരും അതിൽ പെടുന്നതാണ്. അവരൊരു ലക്ഷ്യത്തിലേക്ക് ശ്രമിക്കുന്നതായിട്ട് രാശിയിൽ തെളിയുന്നുണ്ട്. അപ്പോൾ അത്തരക്കാർക്ക് ആ ലക്ഷ്യം നിറവേറ്റുവാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ സാമ്പത്തികമായിട്ട് വളരെ ഉന്നതി ചേരുന്ന ഒരു ലക്ഷ്യം നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു വർഷം അതിനുവേണ്ടി പരിശ്രമിക്കേണ്ടതാണ്. നിങ്ങളതിൽ പൂർണ്ണമായി വിജയിക്കുമെന്നാണ് നമ്മുടെ രാശി പ്രകാരം നമുക്ക് ബോധ്യമാവുന്ന കാര്യം. അപ്പോൾ നിങ്ങൾ ആ ചെയ്യുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം അഭിവൃദ്ധിയെ കൊണ്ടുതരും. ഞാൻ ഈ പറഞ്ഞ ഏജ് ഗ്രൂപ്പ് പ്രത്യേകം ശ്രദ്ധിക്കണം. അവർക്ക് വേണ്ടിയാണിത് പറയുന്നത്. അത്തരക്കാർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ കറക്റ്റ് റൂട്ടിലാണുള്ളത്. അപ്പോൾ നിങ്ങൾ ദൈവികമായിട്ട് ഞാൻ ആ പറഞ്ഞ കാര്യങ്ങളും കൂടി ഞാൻ ആ പറഞ്ഞ രീതിയിലുള്ള ക്ഷേത്ര ദർശനങ്ങൾ നടത്തുക. നിങ്ങളുടെ ലക്ഷ്യം ഉറപ്പായും സാധിക്കുന്നതാണ്. ഈ വിഷുഫലത്തിൽ വളരെ അത്ഭുതകരമായിട്ടുള്ള നേട്ടങ്ങൾ ഞാൻ ഈ പറഞ്ഞ ഒരു ഏജ് ഗ്രൂപ്പിലുള്ളവർക്കാണുള്ളത്. അപ്പോൾ ബാക്കിയുള്ളവരൊക്കെ അവരുടെ ഞാൻ പറഞ്ഞതുപോലെ സാമ്പത്തിക കാര്യങ്ങളാണ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. അതുപോലെ തന്നെ നമ്മുടെ ഈശ്വരാധീനം വർദ്ധിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ് മറ്റൊരു മാർഗം. നമ്മുടെ എല്ലാ ബുദ്ധിമുട്ടുകളും നമുക്ക് പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഈശ്വരീയ മാർഗത്തെ നമ്മൾ സ്വീകരിക്കേണ്ടതാണ്. അതുപോലെ തന്നെ മഹാവിഷ്ണുവിനെ നിത്യം ആരാധിക്കുക. അതുപോലെ തന്നെ ശിവക്ഷേത്രങ്ങളിൽ പോവുക. നമ്മുടെ പൂരനക്ഷത്രക്കാരുടെ ഒരു പ്രധാന മൂർത്തിയും കൂടെയാണ് ശിവഭഗവാൻ. അതുപോലെ തന്നെ മഹാലക്ഷ്മി ക്ഷേത്രങ്ങളിൽ പോകുന്ന വളരെയധികം ഗുണകരമാണ്. മഹാലക്ഷ്മിയെയും ശിവഭഗവാനെ ആരാധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട് ജീവിതത്തിൽ ഉണ്ടാകുകയില്ല. അതുപോലെ തന്നെ അടുപ്പിച്ച് 7 ദിവസം അല്ലെങ്കിൽ ചൊവ്വ വെള്ളി ദിവസങ്ങളായി 7 ദിവസം ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തിക്കഴിഞ്ഞാലും ഭാഗ്യകരമാണ്. നിങ്ങളുടെ ദൗർഭാഗ്യങ്ങളെയൊക്കെ അത് മാറ്റുന്നതായിരിക്കും. അപ്പം ഈ 2 കാര്യങ്ങളും കൂടി ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ വ്യാഴ സംബന്ധമായിട്ടുള്ള ദോഷപരിഹാരത്തിനാണ് വിഷ്ണുദേവ